ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുകയും അതിലൂടെ സ്വർഗം കരഗതമാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്വസ്ഥതകളും അസമാധാനവും നിലനിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രഭാതവും പ്രാദേശികമായും അല്ലാതെയും പല വിധത്തിലുള്ള വാർത്തകളും നമ്മൾ അറിയുന്നുണ്ട്. വ്യക്തിപരമായും സാമൂഹികമായും ഒക്കെയുള്ള പ്രയാസങ്ങൾ അതിലൂടെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ, ലഹരി മാഫിയകളുടെ അതിശക്തമായ ഇടപെടലുകൾ, അഴിമതികൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഗതികളെല്ലാം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇണകളാൽ ചതിക്കപ്പെടുന്നവരും ധാരാളമുണ്ട്. അതേപോലെ തന്നെ മക്കൾക്ക് നൽകേണ്ട അവകാശങ്ങൾ തീർത്തും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കളും നമ്മുടെ രാജ്യത്തുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല. എല്ലാവർക്കും ന്യായം പറയാനുണ്ട്. ഏതൊരു വ്യക്തിക്കും അവരവരുടേതായ ന്യായങ്ങൾ പറയാൻ അവരുടെ മുമ്പിലുണ്ട്. എൻ്റെ ന്യായം മറ്റൊരാൾക്ക് അന്യായമാണ്, അവൻ്റെ ന്യായം നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം ആവശ്യമല്ലേ? കൃത്യമായ ആരാധനാ സ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യവുമുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെ പടച്ച റബ്ബ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിധികളും പരിമിതികളും അതെല്ലാം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട വിശ്വാസികളെന്ന് പറയുന്നവർ പോലും കളത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒഴുക്കിനനുസരിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ്.
ആൾക്കൂട്ടത്തിൽ തനിയെ ആകാൻ കഴിയുന്നില്ല. ആൾക്കൂട്ടങ്ങളുടെ കൂടെ നമ്മളും കൂടിച്ചേരുകയാണ്. പലതിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട്. ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളാവാം, ഒരു വർഷാരംഭത്തിൻ്റെ ആരംഭമായി എന്ന നിലയിലാവാം. പലതിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് നമ്മളും കൂട്ടത്തിൽ കൂടുന്ന, വ്യതിരക്തത ബോധ്യപ്പെടുത്താൻ കഴിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ ഖുർആനിൻ്റെ വെളിച്ചം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ കൂടുമ്പോഴും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇതൊക്കെ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം സംഗതികളിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നത്. പക്ഷെ അപ്പോഴും അവൻ അറിയേണ്ടത് തന്നെ സൃഷ്ടിച്ച നാഥനെ കുറിച്ചുള്ള ഒരവബോധമാണ്. ആ നാഥനെ കുറിച്ചറിയുകയും ആ നാഥനിലേക്ക് മടങ്ങാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ അത് അന്യൂനമാണ്. ആ ജീവിത രേഖകൾ എത്രമാത്രമുണ്ടോ അത്രയും അത് സമാധാനപൂർണമുള്ളതാണ്, ഒരു നിലക്കും ന്യൂനതയില്ലാത്തതാണ് എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസികൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മിൽ ഭൂരിഭാഗം ആളുകളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് മതമില്ലാത്ത ഒരു ലോകത്തേക്കാണ്. ഇവിടെയാണ് നമ്മൾ ഈ തിരിച്ചറിവ് നേടണം എന്ന് ഞാൻ പറയുന്നത്. മതമില്ലാത്ത ഒരു ലോകത്തേക്ക്, മതമുക്തമായ ഒരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരവസ്ഥയിലേക്ക് ആളുകളെ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട്, അതിനെയൊക്കെ കാറ്റിൽ പറത്തി ഭൗതികവാദം സന്നിവേശിപ്പിക്കുകയും അതേപോലെ തന്നെ ബൗദ്ധികമായ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം ഒരു അവസ്ഥകളിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുവരുന്ന, തീർത്തും പൈശാചികമായ പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ആരാണ് ഒരു വിശ്വാസി? അവന്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും, അവന്റെ ഏതേത് മേഖലകളിലും, അവൻ ഇടപെടുന്ന ഏതേത് ഭാഗങ്ങളിലാവട്ടെ, അവിടങ്ങളിലൊക്കെയും ആ വിശ്വാസിയുടെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ അവിടങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധം തീർക്കണം എന്ന് മതം പഠിപ്പിക്കുന്നു. ഇതാണ് മതത്തിന്റെ കൃത്യമായ കൽപ്പന എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് കൊണ്ട് പ്രതിരോധിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതം, ഒരു ദർശനം, തുല്യതയില്ലാത്ത ഒരു ദർശനമാണത്. സാമ്യതയില്ലാത്ത, മറ്റു മതങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു നിലപാടുള്ള, അള്ളാഹുവിൽ അംഗീകരിക്കപ്പെടുന്ന മതം എന്ന് പറയുന്ന ഇസ്ലാം. ആ ഇസ്ലാം പറയുന്നു, നിങ്ങൾ നന്മകൾക്ക് നേതൃത്വം കൊടുക്കണം, തിന്മകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. തിന്മകൾ എവിടെയൊക്കെ ഉണ്ടോ
അവിടേക്ക് നിങ്ങൾ തിരിയരുതെന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് ചെന്നടുക്കുകയാണ്. നമ്മൾ ആ തിന്മകളുടെ വാഹകരായി മാറുകയാണ്. നമ്മൾ അതിൽ ഒരു കണ്ണിയായി മാറുകയാണ്. അത്തരം സംഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കണ്ടത്. ഇതങ്ങേയറ്റം അതിരുവിട്ടപ്പോ കേരളത്തിലല്ലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ അറിയണം. ആഘോഷത്തിന്റെ ആർഭാടപരമായ ആ തിമർപ്പിലകപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു സന്ദർഭം, അത് ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തേക്ക് പോലും കടന്നു വരുമോ എന്ന് ഭീതിയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അവസ്ഥകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ വളരെ കൃത്യമായി ഈ ഇസ്ലാമികമായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നവനോട് പറയുന്നത്, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നീ നന്മയുടെ വക്താവാകണം. ഇത് നിന്റെ ഈ ഇഹലോക ജീവിതത്തിലെ കുറഞ്ഞകാല ജീവിതമുള്ള ഈ ഇഹലോകത്തിലെ നേട്ടത്തിന് വേണ്ടിയല്ല, അതിനേക്കാൾ അപ്പുറം വരാനിരിക്കുന്ന ലോകത്ത് ശാശ്വതമായ സമാധാനപൂർണമായ ഒരു ജീവിതം നിനക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാ നീ നന്മയുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും ചൂഷണ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അടിമക്കും ഉടമക്കുമിടയിൽ ഏജൻസി ഇല്ലാത്ത, ഇടയാളന്മാരില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് സമാധാനമുണ്ടാകണമെങ്കിൽ നേർക്കുനേരെ റബ്ബിലേക്ക് അടുക്കാനും തന്നെ പടച്ച റബ്ബിനോട് തന്റെ കാര്യങ്ങൾ പറയാനും സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അവിടെ ചൂഷണമുക്തമായ ഒരു സാഹചര്യം നിലനിൽക്കണം. ഇവിടെയും ഖുർആൻ പറയുന്നു, വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമയോട് നീ പറയണം, പ്രവാചകനോട് പറയുക, ഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി, എന്റെ അടിമ, അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാൽ, അപ്പോൾ പറയണം, ഫഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ സമീപത്തുണ്ട്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാനി, എന്നെ വിളിക്കുന്നവന്റെ വിളി കേൾക്കാൻ, എന്നെ വിളിക്കുമ്പോ അവന്റെ വിളിക്കുത്തരമേകാൻ ഞാൻ ഇവിടെ സമീപത്തുണ്ട് എന്ന് അല്ലാഹുവാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, ഫൽയസ്തജീബൂലി വൽയുമിനൂ ബി, നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. മാത്രമല്ല ലഅല്ലഹും യർശുദൂൻ, അത് നിങ്ങൾക്ക് മാർഗം കിട്ടാൻ എളുപ്പമാണ്, നിങ്ങൾ മാർഗദർശനം ലഭ്യമാകുന്നവരിൽ ഉൾപ്പെടും എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് നമ്മൾ അംഗീകരിക്കേണ്ടവരല്ലേ? വിശ്വാസികൾ അംഗീകരിക്കേണ്ടതല്ലേ? ചൂഷണമുക്തമായ ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇസ്ലാം വിഭാവന ചെയ്യുന്നത് അതാ. മതമുള്ള ഒരു ലോകം, മതമുള്ള ഒരു സാഹചര്യം, അതിലേക്ക് വരാനാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും പരസ്പരമായ സമ്മതത്തോടുകൂടി ആരുമായും ശരീരം പങ്കുവെക്കാമെന്ന് പറയുന്ന മതമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? നമ്മുടെ രാജ്യത്ത് ഇതിനു വേണ്ടിയുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തി കൊടുക്കുകയല്ലേ രാജ്യത്തെ ഭരണാധികാരികൾ ഉൾപ്പെടെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നീതിയുണ്ടോ? ഇവിടെ സത്യമുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് നൽകുന്നു. വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് ഏറ്റവും മ്ലേച്ഛമാണ്, അത് ഏറ്റവും മോശമായ വഴിയിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുമ്പോൾ, മതം പറയുമ്പോൾ, മതമില്ലാത്ത ലോകം പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടി ആരുമായും ശരീരം പങ്കുവെക്കാമെന്നതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരല്ലേ നമ്മൾ? നന്മയുടെ കൂടെ നിൽക്കേണ്ടവരല്ലേ നമ്മൾ?
നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ലേ നമ്മൾ? നമ്മുടെ രാജ്യത്ത് അത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, അത്തരം വേദികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ വേദിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു കണ്ണിയാകുകയാണോ ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മതമില്ലാത്ത ലോകം ഇവിടെ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രായം ചെന്ന മാതാപിതാക്കളെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ മതമില്ലാത്ത ലോകമാണ് എന്ന് നമ്മൾ അറിയണം. അവിടെ ഖുർആൻ എന്തു പറയുന്നു? അവിടെ ഇസ്ലാം മതം എന്തു പറയുന്നു? നമ്മളല്ലേ ഇത് പഠിക്കേണ്ടത്? വഖളാ റബ്ബുക, നിന്റെ റബ്ബ് നിന്നോട് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരാളെയും ആരാധിക്കരുത് എന്ന അതിപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കി തന്റെ മാതാപിതാക്കളെ പ്രായം ചെല്ലുമ്പോ ആ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിലാക്കണം എന്നല്ല ഖുർആൻ പറയുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. തീർന്നില്ല. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുമാ ഔ കിലാഹുമാ, ഒന്നുകിൽ മാതാവിനോ അതുമല്ലെങ്കിൽ പിതാവിനോ അല്ല രണ്ടുപേർക്കുമോ പ്രായപൂർത്തിയായി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളോട് മോശമായ ഒരു നോട്ടം, മോശമായ ഒരു വർത്തമാനം പോലും നീ അവരോട് പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് വെറുപ്പ് കാണിക്കാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ വാക്ക് പറയണം, അവരെ സന്തോഷിപ്പിക്കണം എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു ദർശനത്തിന്റെ അനുയായികൾ നമ്മളല്ലേ? അവിടെയാണ് നമ്മൾ മതത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. മതമില്ലാത്ത ലോകം പഠിപ്പിക്കുന്നത് ഇത്തരം വൃദ്ധസദനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടു ചെല്ലാൻ പറയുമ്പോൾ നന്മ ചെയ്ത് മാതാപിതാക്കളെ ചേർത്തു പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമുണ്ട്. ആ മതത്തിന്റെ പേരാ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. തീർന്നില്ല. ഭ്രൂണഹത്യകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അവര് പറയുന്നു സകല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ വർധനവാണത്രേ. കുട്ടികളുടെ വർധനവാണത്രേ ഇവിടെയുള്ള പ്രശ്നങ്ങൾ. പട്ടിണി, അതാണ് പോലും. ഇതൊക്കെയാണ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭ്രൂണഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒത്താശകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഭരണകൂടം പോലും അതിന് ഒത്താശകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് മതമില്ലാത്ത ലോകം പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. എങ്കിൽ മതമുള്ള ലോകം മതം പഠിപ്പിക്കുന്നത് എന്താ? വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്. എത്ര കണിശമായിട്ടാണ്, എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ ഈ പറയുന്നത്. വലാ തഖ്തുലു ഔലാദകും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ വർധനവാണ്. അതുകൊണ്ട് ഇവിടെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കലാണോ പരിഹാരം? ലോകത്തെ പടച്ച, ചരാചരങ്ങളെ പടച്ച, എല്ലാം പടക്കുകയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പടച്ച റബ്ബ് പറയുന്നു വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. മാത്രമല്ല നഹ്നു നർസുഖുകും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് നാമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, അത്രയും മോശപ്പെട്ട ഒരു സംഗതിയാണ് ഈ നിലക്ക് ഭ്രൂണഹത്യ പോലെയുള്ള കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ വെച്ച് നശിപ്പിക്കുന്ന ആ ഒരു ഏർപ്പാട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുകയാ. അപ്പോ മതമുള്ള ഒരു അന്തരീക്ഷം, ആ ഒരു സാഹചര്യത്തെ കുറിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നാട്ടിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. മതത്തിന്റെ മൂല്യങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കപ്പെടുകയാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. വിശ്വാസികൾക്ക് ഇതിലൊക്കെയും കൃത്യമായ ബാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്
അള്ളാഹു വളരെ കൃത്യമായി ഏതേത് സംഗതികളെക്കുറിച്ചും കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിധികൾ അത് ലംഘിക്കാൻ പാടില്ല, ആ വരമ്പുകൾ ഭേദിക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൃത്യമായ പരിധികൾക്കുള്ളിൽ നിന്ന് ജീവിക്കാൻ പടച്ചറബ് നമ്മോട് പറയുന്നു. മാത്രമാണ് സമാധാനത്തിന്റെ ഏകമാർഗം എന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാ. അള്ളാഹുവിന്റെ പരിധികളെ സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്നവർ, അവരോട് പറയുന്നു വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ സന്തോഷിച്ചോളൂ. തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹു ഓരോ സംഗതിക്കും കൃത്യമായും പരിധി വെച്ചിട്ടുണ്ട്. ഇന്നതാണ് പരിധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തഅതദൂഹാ, നിങ്ങൾ ആ പരിധിയെ ലംഘിക്കാൻ പാടില്ല. ഇനിയോ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആരെങ്കിലും ഈ പരിധി ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ, ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ട്, ആ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂട്ടം കൂട്ടികളായി ആ നിലക്കൊഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എങ്കിൽ അള്ളാഹു പറയുന്നു വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ പരിധികളെ അതിലംഘിക്കുന്ന ആളുകൾ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികൾ തന്നെയാണ്. ഒരു സംശയവുമില്ല. ഇഹലോകത്തും പരലോകത്തും എല്ലാം നഷ്ടപ്പെട്ട നഷ്ടകാരികളിലാണ് അത്തരം ആളുകൾ ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. അതുകൊണ്ട് ഹിദായത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടോ? ആ ഹിദായത്ത് പിൻപറ്റി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ആദം നബിയുടെയും ഹവ്വയുടെയും ചരിത്രം പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ആ ചരിത്രം അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിൽ സ്വർഗീയമായ ജീവിതം നഷ്ടപ്പെട്ട് അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആ ഒരു സംഭവം നമുക്കറിയാം. അവിടെ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, ഇറങ്ങിപ്പോകണം, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഇറങ്ങിപ്പോകണം. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫൈമാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ കിട്ടുമ്പോൾ, നിങ്ങൾക്ക് സന്മാർഗ ദർശനം കിട്ടുമ്പോൾ, ഫൈമാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിട്ട് ഫമൻ തബിയ ഹുദായ, എൻ്റെ ആ മാർഗത്തെ കൃത്യമായ സരണിയെ നിങ്ങളിൽ ആരാണ് പിൻപറ്റുന്നത്, ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. ദുനിയാവിലും ആഖിറത്തിലും വളരെ കൃത്യമായ ഒരു നിലപാടാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് മുമ്പിൽ വരച്ചു വെക്കുന്നത്. ഈ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി താന്തോന്നികളായി തോന്നിവാസികളായി എല്ലാത്തിൻ്റെയും കൂടെ കൂടുന്ന ഒരു വിലയുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിപ്പോകുന്നതെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അള്ളാഹുവിന്റെ അതിശക്തമായ പരീക്ഷണം വീണ്ടും നമ്മളിലേക്ക് വരും എന്ന് നമ്മൾ അറിയണം. അവിടെയാണ് വിശ്വാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. അങ്ങനെ ജാഗ്രത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഫാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. عن عمر بن الخطاب رضي الله عنه قال لا تزال طائفة من أمتي ظاهرين على الحق حتى تقوم الساعة. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ അവരെന്നും ലാഹിരീന അലൽ ഹഖ്,
ഹക്കിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരായിരിക്കും. ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായ നമ്മെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മളിൽ ഒരു വിഭാഗം എന്നും ഹക്കിൻ്റെ പക്ഷത്ത് നിൽക്കും. അപ്പോൾ ഖുർആൻ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെ നമ്മോട് പറയുന്ന ഏതേത് കാര്യങ്ങളും അത് ഹക്കാണല്ലോ. ആ ഹക്കായ വിഷയം പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ലോകം അവസാനിക്കുന്നതുവരെ ഹത്താ തഖൂമസ്സാ, അന്ത്യദിനം വരുന്നതുവരെയും അങ്ങനെ സത്യത്തിൻ്റെ പക്ഷത്ത് ഉണ്ടായിരിക്കും എന്നതാണ്. അപ്പോൾ ഖുർആൻ വേറെയും ചില സംഗതികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വൽ തകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവട്ടെ. അവരുടെ സ്വഭാവം എന്താ? യദ്ഊന ഇലൽ ഖൈർ, അവർ ഖൈറിലേക്ക് ആളുകളെ ക്ഷണിക്കും, ഖൈറിൻ്റെ കൂടെ നിൽക്കും, നന്മയുടെ കൂടെ നിൽക്കും. നല്ലതാണോ അതിൻ്റെ കൂടെ നിൽക്കും. ഇല്ല അത് നമുക്ക് പറ്റില്ല, നമുക്കത് പാടില്ല എന്ന വിഷയമാണോ അവിടെ നിന്ന് മാറും. അതാ യദ്ഊന ഇലൽ ഖൈർ. മാത്രമല്ല യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ സ്വയം മാറ്റം മാത്രമല്ല, അവർ നന്മകളെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. വയൻഹൗന അനിൽ മുൻകർ, വെറുക്കപ്പെട്ട മോശമായ ഒരിടങ്ങളിലേക്കും അവർ പോകൂല. അപ്പൊ അങ്ങനെ മോശമായ ഒരു ഇടങ്ങളിലേക്ക് പോകാത്തവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ നമ്മൾക്ക് കഴിയണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മെക്കുറിച്ചാണ് ഖുർആൻ ഈ പറഞ്ഞത്. നമ്മൾ അവിടെയാണോ? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ആലോചിക്കണം. നിങ്ങളിൽ നിന്ന് നല്ല ഒരു ടീം വരട്ടെ. ആ ടീമിന്റെ സ്വഭാവം ഇതാ: അവർ നന്മയുടെ പക്ഷത്ത് നിൽക്കും, തിന്മയുടെ കൂടെ നിൽക്കൂല. അവർ ഏതെങ്കിലും നട്ടപ്പാതിരക്ക് ഏതെങ്കിലും മൈതാനത്ത് പോയി നിന്ന് സമയത്തെ കൊല്ലൂല. അനാവശ്യമായ ഇടപാടുകളിൽ അവർ ഏർപ്പെടൂല. അത് ഏത് ദിവസമാണെങ്കിലും, അത് ന്യൂ ഇയർ എന്ന പേരിലാകട്ടെ അല്ലാത്തതാകട്ടെ, ഏത് വിഷയമാകട്ടെ, മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനേ കഴിയില്ല. ഖുർആനിന്റെ സത്യം ഇതാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും ആ വിഷയം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന അമലുകൾ ഒരു നിമിഷ നേരം കൊണ്ട് എല്ലാം കാറ്റിൽ പറത്തി, എല്ലാം ഇബ്ലീസിന് വിഹിതം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ ശിക്ഷ ഇതാ നമ്മുടെ തലയിലേക്ക് ഇതാ വരാൻ പോകുന്നു എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല? എന്തുമാത്രം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ പഠിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്ന് പറയുന്നത് ഇങ്ങനെ അഴിച്ചു വിട്ടു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹു ഒരു സമയമെത്തുമ്പോൾ അതിശക്തമായ ഒരു പിടുത്തം, അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞത്, അതിശക്തമായ ഒരു പിടുത്തം അള്ളാഹു പിടിക്കും, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാനാരാ? ഓരോരുത്തരും ഈ മുസ്ലിം ഉമ്മത്തിലെ കണ്ണികൾ എന്ന നിലയിൽ ഓരോരുത്തരും തൻ്റെ കൃത്യമായ വ്യക്തിത്വത്തെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി ജീവിച്ചാൽ ദുനിയാവുണ്ട്, അതിനേക്കാൾ അപ്പുറം ആഖിറവും ലഭ്യമാകും. അത്തരത്തിൽ എല്ലാ സംഗതികളും മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കുന്ന, നന്മകളുടെ കൂടെ നിൽക്കുന്ന, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, അത് വിളിച്ചു പറയുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു തആല വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വീടുകളിലും ആശുപത്രികളിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. രോഗം കൊണ്ട് വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞുകൂടുന്നവർ, അള്ളാഹു അവർക്ക് ശമനം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم لا تخزنا يوم القيامة، اللهم لا تخزنا يوم القيامة، اللهم لا تخزنا يوم القيامة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.